യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തിരുസഭാ മാതാവ് ഇന്ന് പരിശുദ്ധ കന്യകാമറിയം സഭയുടെ മാതാവ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം. ഈ വചനഭാഗം വായിക്കുമ്പോൾ യേശുക്രിസ്തു യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ എന്ന്. മറുതിരിച്ച് പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, യോഹന്നാനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ നിന്റെ മകനെന്ന്. ഇവിടെ ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോട് പറയുമ്പോൾ അത് യോഹന്നാനോട് മാത്രമല്ല പറഞ്ഞു വയ്ക്കുക, മറിച്ച് നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ എന്ന്. അവിടെ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന്. നമ്മൾ സാധാരണഗതിയിൽ കൊന്ത ചെല്ലാറുണ്ട്. കൊന്തമണികൾ, ജപമാലകളൊക്കെ എൻ്റെ കരങ്ങളിൽ കൊണ്ട് നടക്കാറുണ്ട്. എന്നാൽ അതിനെ അത്രമാത്രം വിശുദ്ധിയോടുകൂടെയാണ് ഞാൻ അതിനെ കൊണ്ടു നടക്കുന്നത് എന്ന് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം. നമ്മളിൽ പലരും ഒരു ഭയത്തിൻ്റെ പുറത്ത്, അതായത് എന്നെ സംരക്ഷിക്കുമെന്ന ഒരു ചിന്തയോടുകൂടെ, എന്നെ പൈശാചി ശക്തിയിൽ നിന്ന് സംരക്ഷിക്കുമെന്ന ഒരു ചിന്തയോടുകൂടെയാണ് നമ്മൾ ജപമാലകളൊക്കെ സൂക്ഷിക്കുക. എന്നാൽ മറിച്ച് അവിടെ അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ ഞാൻ സ്വീകരിക്കുന്നില്ല. എന്നാൽ ക്രിസ്തു നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളോട് പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. അമ്മയായിട്ട് കരുതുവാനായിട്ടാണ് ക്രിസ്തു നമ്മളോടൊക്കെ പറയുക. പരിശുദ്ധ അമ്മ എൻ്റെയും നിങ്ങളുടെയും അമ്മയാണ്. നമ്മൾ ഓരോരുത്തരുടെയും അമ്മയാണ്. അമ്മയെ എപ്രകാരം സ്വീകരിക്കണം, എപ്രകാരം കരുതണം, എപ്രകാരം കൊണ്ടു നടക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നതുപോലെ ആകണം ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ എൻ്റെ അമ്മയെ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ അമ്മയെ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ അമ്മയെ സ്വീകരിക്കണം. പരിശുദ്ധ അമ്മയെ കൊന്ത ചൊല്ലിക്കൊണ്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാം. കൊന്തമണികൾ ഉരുവിടുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം ആയിരിക്കും. നമ്മളോടൊപ്പം ആയിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയും ദൈവത്തോട് പ്രാർത്ഥിക്കും. ആയതിനാൽ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും മുടങ്ങാതെ കൊന്തമണികൾ ചൊല്ലുവാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. പരിശുദ്ധ അമ്മയെ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.